നമസ്കാരം. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്താൻ ക്രിയാത്മകതയാണ് അധ്യാപകർ മുഖമുദ്രയാക്കേണ്ടതെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. ഫണ്ടിന്റെ പരിമിതി കാരണം ജനപ്രതിനിധികൾ ഗുരുതരമായ വികസന പ്രതിസന്ധി നേരിടുകയാണെന്ന് നജീബ് കാന്തപുരം MLA. പഴയ വികസന കാഴ്ചപ്പാടുകൾ മാറണമെന്നും MLA. ജീവനക്കാർ കൂട്ട അവധിയെടുത്തതിനെ തുടർന്ന് അടച്ച കുഞ്ചൻ നമ്പ്യാർ സ്മാരകം തുറന്നു. ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക തീർപ്പാക്കുമെന്ന് സർക്കാർ ഉറപ്പ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല ശനിയാഴ്ച. വലിയ ക്യാമ്പയിനായി മനുഷ്യച്ചങ്ങല മാറുമെന്ന് നേതാക്കൾ. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുന്നതിനിടെ വീണ് പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. പാമ്പാടി സ്വദേശി രത്നകുമാരിയാണ് മരിച്ചത്. കുമരംപുത്തൂർ പയ്യനേടത്തെ ബിന്ദുവിന് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വയ്ക്കാൻ KLU ലഭിക്കുന്നതിന് വഴി തെളിയുന്നു. ഒറ്റപ്പാലം സബ് കളക്ടറുടെ ഓഫീസിൽ നിന്ന് ബിന്ദുവിന് വിളിയെത്തി. സിറ്റി ന്യൂസ് ഇമ്പാക്ട്. വിശദമായ വാർത്തകളിലേക്ക്. ഫണ്ടിന്റെ പരിമിതികൾ കാരണം ജനപ്രതിനിധികൾ ഗുരുതരമായ വികസന പ്രതിസന്ധികൾ നേരിടുകയാണെന്ന് നജീബ് കാന്തപുരം MLA. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന യുവാക്കൾക്ക് നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികളെയാണ് നാടിന് ആവശ്യമെന്നും നജീബ് കാന്തപുരം MLA അഭിപ്രായപ്പെട്ടു. ഫണ്ടിന്റെ അപര്യാപ്തത കാരണം ജനപ്രതിനിധികൾ ഗുരുതരമായ വികസന പ്രതിസന്ധി നേരിടുകയാണെന്നും ജനപ്രതിനിധികൾ ഏറെ സാഹസം നടത്തിയാണ് മുന്നോട്ട് പോകുന്നതെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഒരു റോഡ് പോലും 5 കൊല്ലം കൊണ്ട് നന്നാക്കാനാണ്. ഇത്ര ഗുരുതരമായ ഒരു പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും ഇന്ന് അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് നമുക്കൊരു 5 ലക്ഷം കൊണ്ട് 1-2 റോഡ് വെക്കായിരുന്നു. ഞാനിപ്പോൾ MLA ഫണ്ടിൽ നിന്ന് 10 ലക്ഷത്തിൽ കുറഞ്ഞ പൈസ വെക്കണ്ടെന്ന് പറഞ്ഞതാണ്. കാരണം 10 ലക്ഷത്തിൽ കുറഞ്ഞ ഒരു റോഡിൽ എവിടെ വെക്കാനാണ്? നമുക്ക് എന്ത് ചെയ്യാനാണ്? ഒരു റോഡിൽ കുഴി അടക്കാൻ 10 ലക്ഷം കൊണ്ട് സാധിക്കുമോ? 10 ലക്ഷത്തിൽ കുറഞ്ഞ പൈസ കൊണ്ട് സാധിക്കുമോ? കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമായ വിഭവങ്ങളിൽ നിന്ന് വളരെ വലിയൊരു സാഹസം നടത്തുന്നവരാണ് എല്ലാ ജനപ്രതിനിധികളും. ചില ആൾക്കാരെന്നെ തന്നെ നോക്കുന്നുണ്ട്, ഫണ്ട് കുറഞ്ഞു പോകുന്നത്. എന്നാലും പരമാവധി നമുക്കെല്ലാവർക്കും MLA എന്ന നിലയിൽ MP-മാരുടെയും എല്ലാവരുടെയും ഫണ്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പണ്ട് മുതൽ തുടർന്നു പോരുന്ന വികസന കാഴ്ചപ്പാടുകൾ മാറണം. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന യുവതയ്ക്ക് നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികളെയാണ് നാടിന് ആവശ്യമെന്നും നജീബ് കാന്തപുരം MLA അഭിപ്രായപ്പെട്ടു. അവസരം ഉപയോഗിക്കുന്നവരായി ആ ഓപ്പർച്യൂണിറ്റികളെ പരമാവധി ടാപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു യുവത്വം നമ്മുടെ നാട്ടിലുണ്ടാകണം. അവർക്ക് നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികളെയാണ് ഇനി നാടിന് ആവശ്യമുള്ളത് എന്നതുകൂടി ഞാൻ സൂചിപ്പിക്കും. ആ ജനതയെയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കോൺസെപ്റ്റുകളെ പൂർണ്ണമായി മാറ്റേണ്ട കാലമാണ്. ഞങ്ങൾ എഡ്യൂക്കേഷനിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ 10 വർഷം കഴിഞ്ഞ് ഈ നാടിനെ കുറിച്ച് ആലോചിക്കുന്നത് കൊണ്ടാണ് എഡ്യൂക്കേഷനെ കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. നജീബ് കാന്തപുരം MLAയും ജനപ്രതിനിധികളും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതി കരട് രേഖ പ്രകാശനം ചെയ്തു. കില ട്രെയിനർ ബീന സണ്ണി പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൊട്ടടുത്ത് വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ളതെല്ലാം രൂപകൽപ്പന ചെയ്ത് അടുത്ത ഭരണസമിതിക്ക് കൈമാറുക എന്നതപ്പുറത്തേക്ക് നമുക്കത് നിർവഹിക്കാനോ അതിൻ്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാനോ ഉള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചതും ചെയ്തതിലുള്ള വിടവുകൾ നികത്തുന്നതിനും ബഹുമാന്യരായിട്ടുള്ള MP-യും MLA-യും ഒക്കെ നമ്മുടെ നാടിൻ്റെ നാനാവിധമായിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രോജക്റ്റുകളും സാധാരണക്കാരും തമ്മിലുള്ള ഗ്യാപ്പും ഒക്കെ നികത്തുന്ന ഒരു ശ്രമത്തിലാണ് നമ്മളുള്ളത്. വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജമീല ചാലിയത്തൊടി, KT അഫ്സൽ, ഇക്ബാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാർ, ബ്ലോക്ക് സെക്രട്ടറി K പാർവതി തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ സമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വികസന സെമിനാറിൽ 9.08 കോടി രൂപയുടെ കരട് പദ്ധതികൾ അവതരിപ്പിച്ചു. ഇതിനു പുറമെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 24,98,52,544 രൂപ 8 പഞ്ചായത്തുകളിലായി നടപ്പിലാക്കുവാനുള്ള ആക്ഷൻ പ്ലാൻ സമർപ്പിച്ചിട്ടുണ്ട്.
PMKSY പദ്ധതിയിലൂടെ 6 കോടി രൂപ ചിലവഴിക്കും. കേന്ദ്ര സർക്കാർ ഫണ്ട് 6.5 കോടി രൂപ സംസ്ഥാന കുടുംബശ്രീ മുഖേന ലഭിക്കും. 2 വർഷത്തിനകം സംരംഭകത്വ വികസനത്തിനായി ഗണ്യമായ ഒരു തുക ചിലവഴിക്കാനാകും. പ്രായഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളുടെയും കായികക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേക പദ്ധതി കൃഷി അനുബന്ധ മേഖലയ്ക്ക് പ്രോത്സാഹനത്തിനും മുൻതൂക്കം നൽകുന്ന കരട് രേഖയാണ് അവതരിപ്പിച്ചത്. പെരിന്തൽമണ്ണ നഗരസഭ 2024-25 വാർഷിക വികസന സെമിനാർ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ പി ഷാജി വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്നു. നഗരസഭാ ചെയർമാൻ പി ഷാജി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം 24-25 വാർഷിക പദ്ധതിയിലേക്ക് കടക്കും. 24-25 വാർഷിക പദ്ധതി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പെരിന്തൽമണ്ണെ സംബന്ധിച്ചിടത്തോളം ഇനി വ്യക്തിപരമായി ഒക്കെ പറഞ്ഞാൽ അങ്ങനെയും വരുമല്ലോ കാര്യങ്ങൾ. വ്യക്തിപരമായിട്ട് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുമല്ലോ നമുക്കൊരു വ്യക്തിപരമായ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൂട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ കൗൺസിലിൻ്റെ, അതായത് പുതിയ കൗൺസിലായിട്ടുള്ള നേതൃത്വം കൊടുക്കുന്ന ഞങ്ങൾ കൗൺസിലർമാരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഷിക പദ്ധതിയിലേക്കാണ് നമ്മൾ. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള പ്രത്യേകതകൾ അവകാശപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ്. വൈസ് ചെയർമാൻ എ നസീറ അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MK ശ്രീധരൻ പദ്ധതി രേഖ അവതരിപ്പിച്ചു. വ്യത്യസ്ത മേഖലകളെ ബന്ധപ്പെടുത്തി ഗ്രൂപ്പ് ചർച്ച നടത്തി. 17.11 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് സെമിനാറിൽ രൂപം നൽകിയത്. സ്ഥിരം സമിതി ചെയർമാൻമാരായ K ഉണ്ണികൃഷ്ണൻ, അമ്പിളി മനോജ്, മുണ്ടുമൽ മുഹമ്മദ് അനീഫ, അഡ്വക്കേറ്റ് ഷാൻസി, നെച്ചിയിൽ മൻസൂർ, കൗൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി മിത്രൻ ജി, മുനിസിപ്പൽ എഞ്ചിനീയർ നിഷാന്ത് K, ക്ലീൻ സിറ്റി മാനേജർ വത്സൻ CK, കോർഡിനേറ്റർ സാലിഹ് കിനാത്തിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി അധ്യാപകർ ക്രിയാത്മകത മുഖമുദ്രയാക്കണമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. കോട്ടോപ്പാടം വടശ്ശേരിപ്പുറം ഷെയ്ഖ് അഹമ്മദ് ഹാജി സ്മാരക സർക്കാർ ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടശ്ശേരിപ്പുറം സർക്കാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയായി ഉയർത്തുന്നതിന് സർക്കാർ നയത്തിനനുസൃതമായി MLAയോടൊപ്പം സഹായത്തിനായി താനും ഉണ്ടാകുമെന്ന് AN ഷംസീർ പറഞ്ഞു. N ഷംസുദ്ദീൻ MLA അധ്യക്ഷനായി. വിദ്യാലയ വികസനത്തിനായി സ്ഥാപിത ഘട്ടം മുതൽ എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച മൗലാന ചാരിറ്റബിൾ ട്രസ്റ്റിനുള്ള ഉപഹാരം സ്പീക്കർ സമ്മാനിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രീത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന എന്നിവർ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗം M മെഹർബാൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ K റജീന, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയരാജൻ നാമത്ത്, AEO C അബൂബക്കർ, നാട്ടുകൽ CI A ഹബീബുള്ള, PTA പ്രസിഡന്റ് അക്കര ഹമീദ്, പ്രധാന അധ്യാപകൻ S നസീർ ഹുസൈൻ, സംഘാടക സമിതി കൺവീനർ ഹമീദ് കൊമ്പത്ത്, SMC ചെയർമാൻ റഫീഖ് അക്കര, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി PT സിദ്ദീഖ്, MPTA പ്രസിഡന്റ് K ഷബനാബി, PTA വൈസ് പ്രസിഡന്റ് A കുഞ്ഞൈമു, സ്റ്റാഫ് സെക്രട്ടറി M അബ്ദുൽ നാസർ, C സനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവന്ദനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അക്കര ഹമീദ് അധ്യക്ഷനായി. മുൻകാല PTA പ്രസിഡന്റുമാരെയും ചടങ്ങിൽ ആദരിച്ചു. ശമ്പള കുടിശ്ശിക ഉടൻ തീർപ്പാക്കുമെന്ന സർക്കാർ ഉറപ്പിന്മേൽ സാംസ്കാരിക വകുപ്പിന് കീഴിലെ ഒറ്റപ്പാലം ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകം തുറന്നു. ഒരു ജീവനക്കാരനെത്തിയാണ് സ്മാരകം തുറന്നത്. ശമ്പളം കുടിശ്ശികയെ തുടർന്ന് ജീവനക്കാർ കൂട്ടവധിയെടുത്തതോടെ അടച്ച ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകമാണ് തുറന്നത്. കുടിശ്ശികയായ ശമ്പളം ഉടൻ തീർപ്പാക്കാമെന്ന സർക്കാർ ഉറപ്പിന്മേലാണ് ഒരു ജീവനക്കാരനെത്തി സ്മാരകം തുറന്നത്. അതേസമയം അധ്യാപകർ എത്താത്തതിനാൽ സ്മാരകത്തിന് കീഴിലെ കലാപീഠം തുറന്നിട്ടില്ല. സ്മാരകം 2 സ്ഥിരം ജീവനക്കാർക്ക് 11 മാസത്തെയും കലാപീഠത്തിലെ അധ്യാപകരായ 7 പേർക്ക് 16 മാസത്തെയും ശമ്പളമാണ് കുടിശ്ശിക. അതേസമയം വിഷയത്തിൽ പാർട്ടി ഇടപെട്ടതായാണ് വിവരം. വ്യാഴാഴ്ച ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തതായും ശമ്പളം നൽകുന്നതിനായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനായി തീരുമാനമായതായാണ് വിവരം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല ജനുവരി 20 ശനിയാഴ്ച നടക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് മനുഷ്യച്ചങ്ങല തീർക്കുന്നത്.
മലപ്പുറം ജില്ലയിൽ 1.5 ലക്ഷം പേരെ പങ്കെടുപ്പിക്കുമെന്നും മനുഷ്യച്ചങ്ങല വലിയ ക്യാമ്പയിനായി മാറുമെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് മലബാർ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല ജനുവരി 20 ശനിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെയാണ് നടക്കുന്നത്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക വിവേചനം, റെയിൽവേയോടുള്ള അവഗണന, നിയമന നിരോധനം തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഇനിയും സഹിക്കണോ ഈ അവഗണന എന്ന പ്രമേയത്തിലാണ് ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ 25 ലക്ഷം പേരെ അണിനിരത്തുന്ന അതിവിപുലമായ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തോട് കടുത്ത വിവേചനമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കടുത്ത അവഗണന കേരളത്തോട് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തിന് നിയമപരമായി നൽകേണ്ട വിഹിതം നൽകാൻ, സാമ്പത്തിക വിഹിതം നൽകാൻ തയ്യാറാകുന്നില്ല. കേരളത്തിന് അർഹതപ്പെട്ട ഗ്രാൻറ്റുകൾ അതുൾപ്പെടെയുള്ള കേരളത്തിന് സാമ്പത്തികമായി ലഭിക്കേണ്ട, നിയമപരമായി ലഭിക്കേണ്ട വിഹിതം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെക്കുകയാണ്. കേന്ദ്ര സർവീസിൽ നിയമന നിരോധനം നടപ്പിലാക്കിയിരിക്കുകയാണ്. റെയിൽവേയിൽ മാത്രം 3.5 ലക്ഷം ഒഴിവുകൾ ഇനി നികത്തേണ്ടതില്ല എന്ന് റെയിൽവേ ഉത്തരവിറക്കിയിരിക്കുന്നു. ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നയങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്ന സമയത്താണ് കേരളത്തിന് വേണ്ടിയും ഈ നാടിനു വേണ്ടിയും ഡിവൈഎഫ്ഐ 37 വർഷങ്ങൾക്ക് ശേഷം ഒരു ശക്തമായ ഒരു ക്യാമ്പയിൻ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. മനുഷ്യച്ചങ്ങലയുടെ പ്രചരണത്തിന് കാൽനട ജാഥകൾ, കലാകായിക മത്സരങ്ങൾ, സെമിനാറുകൾ തുടങ്ങിയ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പടി മുതൽ പുലാമന്തോൾ വരെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മനുഷ്യച്ചങ്ങല തീർക്കുക. കലാ സാംസ്കാരിക പ്രവർത്തകരും മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാകും. മലപ്പുറം ജില്ലയിൽ 1.5 ലക്ഷം പേർ പങ്കെടുക്കുമെന്നും ഇത് വലിയ ക്യാമ്പയിനായി മാറുമെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് പറഞ്ഞു. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പടി മുതൽ പുലാമന്തോൾ വരെ 1.5 ലക്ഷം പേരെയാണ് ഡിവൈഎഫ്ഐ ഈ മനുഷ്യച്ചങ്ങലയിൽ അണിനിരത്തുക. അതിനാവശ്യമായ സംഘടനാപരമായ ക്രമീകരണങ്ങളും ബഹുജനങ്ങളെയും യുവജനങ്ങളെയും പങ്കെടുപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തനത് പരിപാടികൾ, പ്രചരണ പരിപാടികൾ ഉൾപ്പെടെ വിപുലമായി ഏറ്റെടുത്തു കഴിഞ്ഞു. സെമിനാറുകളും അതോടൊപ്പം തന്നെ ചെറുയോഗങ്ങളും മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാൽനടയായി സംഘടിപ്പിച്ച ജാഥകളും ഉൾപ്പെടെ നിരവധിയായ പ്രചരണ പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ തുടർച്ചയായി ഐക്കരപ്പടി മുതൽ പുലാമന്തോൾ വരെ 1.5 ലക്ഷം പേരെ അണിനിരത്തുന്ന അതിവിപുലമായ ഒരു ക്യാമ്പയിൻ വരുന്ന 20-ാം തീയതി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കും. ഈ ചങ്ങലയിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരക്കുന്നുണ്ട്. മണമ്പൂർ രാജൻ ബാബു, ആലങ്കോട് ലീലാകൃഷ്ണൻ, നിലമ്പൂർ ആയിഷ, സൂരജ് തേലക്കാട് ഉൾപ്പെടെയുള്ള സിനിമ ചലച്ചിത്ര പ്രവർത്തകർ, എഴുത്തുകാർ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, രാഷ്ട്രീയ രംഗത്തെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ വിവിധ ആളുകൾ പങ്കെടുക്കും. 1987 ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മനുഷ്യച്ചങ്ങല നടത്തിയിരുന്നു. ശനിയാഴ്ച നടക്കുന്ന മനുഷ്യച്ചങ്ങല വിജയകരമാക്കാനുള്ള വലിയ ഒരുക്കങ്ങളാണ് ഡിവൈഎഫ്ഐ നടത്തിയിട്ടുള്ളത്. ഡിവൈഎഫ്ഐ നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി സമരകാലങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ സമരസ്മരണ ഒറ്റപ്പാലം റെസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനുവരി 20 ഡിവൈഎഫ്ഐ നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായാണ് സമരകാലങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ സമരസ്മരണ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ ഒറ്റപ്പാലം, ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായാണ് സമരസ്മരണ പരിപാടി നടത്തിയത്. ഒറ്റപ്പാലം റെസ്റ്റ് ഹൌസിൽ വെച്ച് നടന്ന പരിപാടി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ രാജ്യം ഫാസിസവും വർഗീയതയും അമിതാധികാരവും സ്വേച്ഛാധിപത്യത്തിലേക്കും അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 1980-കൾക്ക് ശേഷം ഈ മഹാരാജ്യത്ത് അതിശക്തമായിട്ടുള്ള വിഘടനവാദം രൂപപ്പെടുകയുണ്ടായി. പഞ്ചാബിലെ ഖലിസ്ഥാൻ വാദം, അതുപോലെ തന്നെ ത്രിപുരയിൽ, ആസാമിൽ അങ്ങനെ വിഘടനവാദികൾ രാജ്യത്തെ വെല്ലുവിളിക്കുകയും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ദേശീയതയും തകർത്ത് തരിപ്പണമാക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്
ഈ രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ യുവത്വത്തിനുള്ള പങ്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയതയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് DYFI മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുന്നത്. ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി സി രാഗേഷ് അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ഒറ്റപ്പാലം ബ്ലോക്ക് പ്രസിഡന്റ് PK ഗിരീഷ്, ഷൊർണൂർ ബ്ലോക്ക് പ്രസിഡന്റ് K രാഹുൽദാസ്, ഒറ്റപ്പാലം ബ്ലോക്ക് സെക്രട്ടറി PS അബ്ദുൽ മുത്തലീഫ്, ശലീഷ ശങ്കർ, DYFI മുൻകാല നേതാക്കളായ E രാമചന്ദ്രൻ, C അബ്ദുൽ ഖാദർ, MK ജയപ്രകാശ്, U രാജഗോപാൽ, KP സുധീർ, K കൃഷ്ണകുമാർ, T ഷിബു, ND ദിൻഷാദ്, TR ശശി, U ബാലചന്ദ്രൻ, P ഹരിദാസ്, P രാജേഷ് എന്നിവർ സംസാരിച്ചു. ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ വീണ് പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. തൃശൂർ തിരുവില്ലാമല പാമ്പാടി പള്ളിപ്പറ്റ വീട്ടിൽ 63-കാരിയായ രത്നകുമാരിയാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 5:30 ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ നേരത്തായിരുന്നു സംഭവം. ചെന്നൈയിലുള്ള മകളുടെ വീട്ടിൽ നിന്ന് ട്രെയിനിൽ തിരുവില്ലാമലയ്ക്ക് പോകുന്നതിന് ഒറ്റപ്പാലം സ്റ്റേഷനിൽ ഇറങ്ങുന്നതിനിടെയാണ് അപകടം നടന്നത്. പ്ലാറ്റ്ഫോമിനും തീവണ്ടിക്കുമിടയിൽ കുടുങ്ങി ഇരുകാലുകൾക്കും ഗുരുതര പരിക്കേറ്റ രത്നകുമാരിയെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടവേള. വാർത്തകൾ തുടരുന്നു. സുമ്മനസുകൾ നൽകിയ 4 സെന്റിൽ വീട് വയ്ക്കാൻ KLUവിന് അപേക്ഷിച്ച കുമരംപുത്തൂർ പയ്യനയിടത്തെ ബിന്ദുവിന് KLU ലഭിക്കാൻ വഴി തെളിയുന്നു. ബിന്ദുവിന് KLU ലഭിക്കാത്തതിന്റെ വാർത്ത സിറ്റി ന്യൂസ് നൽകിയതിന് പിന്നാലെയാണ് ഒറ്റപ്പാലം സബ് കളക്ടറുടെ ഓഫീസിൽ നിന്ന് ബിന്ദുവിന് വിളിയെത്തിയത്. അതിദാരിദ്ര്യരുടെ പട്ടികയിൽ ഉൾപ്പെട്ടതിന്റെയും ലൈഫിൽ ഉൾപ്പെട്ടതിന്റെയും സാക്ഷ്യപത്രം സബ് കളക്ടറുടെ ഓഫീസിലേക്ക് അയക്കാനും ഒറിജിനൽ കൃഷിഭവനിൽ നൽകാനും നിർദ്ദേശിച്ചു. 10,500 അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്നും ലൈഫിൽ വീട് അനുവദിച്ചതിന്റെ സാക്ഷ്യപത്രമുണ്ടെങ്കിൽ സീനിയോറിറ്റി മറികടക്കാനാവുമെന്നും സബ് കളക്ടറുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്തും വിഷയത്തിൽ ഇടപെട്ടു. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് രാജൻ പറഞ്ഞു. ഭർത്താവിന്റെ സംരക്ഷണമില്ലാതെ 2 പെൺകുട്ടികളുമായി വാടക വീട്ടിൽ കഴിയുന്ന ബിന്ദുവിന് നാട്ടുകാരും ബന്ധുക്കളും ചേർന്നാണ് 4 സെന്റ് ഭൂമി വാങ്ങി നൽകിയത്. ലൈഫിൽ വീട് അനുവദിച്ചെങ്കിലും വീട് നിർമ്മിക്കണമെങ്കിൽ KLU ലഭിക്കണം. ഇതിന് അപേക്ഷിച്ചെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ല. അനുവദിച്ച വീട് KLUവിന്റെ പേരിൽ നഷ്ടമാകുമോ എന്ന ആശങ്കയിലായിരുന്നു ബിന്ദു. ചെർപ്പുളശ്ശേരി കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി ക്ഷേത്രം ദേവസ്വത്തിന് കീഴിൽ നൽകുന്ന പ്രഥമ തിരുമുല്ലപ്പള്ളിയപ്പൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ചെറുമുക്ക് വൈദികൻ ബ്രഹ്മശ്രീ വല്ലഭൻ അക്കിത്തിരിപ്പാടിനെയും പ്രശസ്ത കഥകളി കലാകാരൻ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടിയെയും പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തു. ഫെബ്രുവരി 11-നും 16-നുമായി നടക്കുന്ന ക്ഷേത്രം ഉത്സവ ചടങ്ങുകളിൽ വെച്ച് പുരസ്കാരങ്ങൾ കൈമാറുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്തമായ കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിസ്വാർത്ഥ സേവനം നടത്തിയിരുന്ന തെക്കുംപറമ്പത്ത് മന സുബ്രഹ്മണ്യൻ സോമയാജിപ്പാടിന്റെയും മേലേമഠത്തിൽ കുമാരൻ നായരുടെയും സ്മരണാർത്ഥം ദേവസ്വം നൽകുന്ന പ്രഥമ തിരുമുല്ലപ്പള്ളിയപ്പൻ പുരസ്കാര ജേതാക്കളെയാണ് പ്രഖ്യാപിച്ചത്. വേദത്തിലും ക്ഷേത്രകലകളിലും മികവ് തെളിയിച്ച 2 പേർക്കാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. വേദരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ചെറുമുക്ക് വൈദികൻ പരമശ്രീ വല്ലഭൻ അക്കിത്തിരിപ്പാടിനെയും പ്രശസ്ത കഥകളി കലാകാരൻ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടിയെയും പുരസ്കാര ജേതാക്കളായി തിരഞ്ഞെടുത്തു. ക്ഷേത്രം ഉത്സവത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 11-ന് നടക്കുന്ന ഊട്ടുപുര ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ചെറുമുക്കം വല്ലഭൻ അക്കിത്തിരിപ്പാടിന് പുരസ്കാരം സമർപ്പിക്കും. ഫെബ്രുവരി 16-ന് നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടിക്ക് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി പുരസ്കാരം സമ്മാനിക്കും. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ചെയർമാൻ PK ഗംഗാധരൻ മാസ്റ്റർ, അസിസ്റ്റന്റ് കമ്മീഷണർ R വേണുഗോപാൽ, ക്ഷേത്രം ഭാരവാഹികളും ജനപ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുക്കും. ഈ പുരസ്കാരങ്ങൾ ഇത്തവണ സമ്മാനിക്കാൻ 2 വ്യക്തികളെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് 2 ഘട്ടങ്ങളിലായിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിലെ ഈ പുരസ്കാരം തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന് വൈദിക കർമ്മങ്ങളിൽ പ്രഗത്ഭരായിട്ടുള്ള ഒരു വ്യക്തിക്ക്, മറ്റൊരു സമ്മാനം ക്ഷേത്രകലകളിൽ, ക്ഷേത്ര സംസ്കാരത്തിലും സാഹിത്യത്തിലും, ക്ഷേത്ര സാഹിത്യത്തിലും അങ്ങനെ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട കലകളിലും ശാസ്ത്രത്തിലും സാഹിത്യത്തിലും പ്രഗത്ഭരായിട്ടുള്ള ഒരു വ്യക്തിക്ക്.
അങ്ങനെ 2 വ്യക്തിക്ക് സമ്മാനം കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തവണ ഈ വൈദിക ഫീൽഡിൽ ക്ഷേത്രത്തിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ചെറുമൂക്ക് അക്കിത്തം വല്ലഭ വല്ലഭ അക്കിത്തരുടെ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു പുരസ്കാരം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹം ഈ വൈദിക കർമ്മങ്ങളിൽ വൈദിക ക്ഷേത്രത്തിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ വൈദിക കർമ്മങ്ങളിൽ അദ്ദേഹം ഇവിടെ നടത്തി വരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കും ഈ ക്ഷേത്രങ്ങളുടെ താല്പര്യം എടുക്കുന്ന ഒരു മഹാവ്യക്തിയാണ് അദ്ദേഹം. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാരത്തിനു പുറമെ നിർധനരായ രോഗികൾക്ക് ധനസഹായം നൽകാൻ തീരുമാനിച്ചതായും ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 12 കൊടിയേറുന്ന ക്ഷേത്രം ഉത്സവത്തിൽ 5 ദിവസത്തെ ഉത്സവബലി, നിത്യവും എഴുന്നള്ളിപ്പ്, ചുറ്റുവിളക്ക്, നാദസ്വരം, ക്രീഭൂതബലി, കളംപൂജ, തായമ്പക, പഞ്ചാരിമേളം, സംഗീത കച്ചേരി കൂടാതെ ക്ഷേത്രം കലകളും അരങ്ങേറും. ഫെബ്രുവരി 19 തിരുവാതിരവാരം ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ക്ഷേത്രം ട്രസ്റ്റി തെക്കുംപറമ്പത്ത് മന ദേവദാസൻ നമ്പൂതിരി, ക്ഷേത്ര മാനേജർ എം പങ്കജാശൻ, കുടുംബാംഗം PM സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ദേവസ്വം ക്ലർക്ക് കെ രാജു, മേലേമഠം വേണുഗോപാലൻ, ഒടുമ്പറ്റ ഉണ്ണികൃഷ്ണൻ, സമന്യത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചെർപ്പുളശ്ശേരി ഐഡിയൽ ട്രെയിനിംഗ് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ 2023-24 ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചു. IFFK അവാർഡ് ജേതാവും ഫിലിം ഡയറക്ടറുമായ ഫാസിൽ റസാഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി ഐഡിയൽ ട്രെയിനിംഗ് കോളേജ് വിദ്യാർത്ഥി യൂണിയന്റെ 2023-24 അധ്യയന വർഷത്തെ യൂണിയൻ ഉദ്ഘാടന പരിപാടിയാണ് സംഘടിപ്പിച്ചത്. IFFK അവാർഡ് ജേതാവും പ്രശസ്ത ഫിലിം ഡയറക്ടറുമായ ഫാസിൽ റസാഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരള ജില്ലാ കോർഡിനേറ്റർ മനോജ് കുമാർ ഫൈൻ ആർട്സ് ഉദ്ഘാടനം നിർവഹിച്ചു. ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജർ അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കോളേജ് യൂണിയൻ ചെയർമാൻ വേണു അധ്യക്ഷത വഹിച്ചു. ഐഡിയൽ ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രത്നാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷണൽ അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ്, ഐഡിയൽ ട്രെയിനിംഗ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മുനീർ CK, കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ അഞ്ജിത, കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി സിൻസിയ, ഫൈൻ ആർട്സ് സെക്രട്ടറി വിഷ്ണു രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ ഗവേഷക വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും അന്തർദേശീയ ശില്പശാലയും തിങ്കളാഴ്ച രാവിലെ 10:30 നടക്കും. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഗവേഷണ കേന്ദ്രം അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തിരുവിഴാംകുന്നിലുള്ള ഗവേഷണ കേന്ദ്രത്തിൽ എത്തുന്ന ഗവേഷക വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യമില്ലെന്ന പ്രശ്നത്തിന് പരിഹാരമായാണ് മുറികളും ഡോർമെറ്ററിയും അടങ്ങുന്ന ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിയത്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘട്ടനം കുറയ്ക്കാൻ സമൂഹത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംഘടിപ്പിക്കുന്ന മൃഗക്ഷേമവും ഏകാരോഗ്യവും എന്ന വിഷയത്തിൽ രാജ്യാന്തര ശില്പശാലയും മന്ത്രി കെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. N ഷംസുദ്ദീൻ MLA അധ്യക്ഷത വഹിക്കും. അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ OP ചൗധരി, എഡിൻബർഗ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ കാത്തി ഡോയർ തുടങ്ങി വിദഗ്ധർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും. ഗവേഷക വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെയും അന്തർദേശീയ ശില്പശാലയുടെയും ഉദ്ഘാടനം ഒരുമിച്ച് ഒറ്റ പരിപാടിയായിട്ട് റിസർച്ചേഴ്സ് ഹോസ്റ്റലിൻ്റെ മുന്നിൽ പബ്ലിക് ഫംഗ്ഷനായിട്ട് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അവർ നിർവഹിക്കും. അതുമായി ബന്ധപ്പെട്ട് അവിടെ യൂണിവേഴ്സിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ, വൈസ് ചാൻസലർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഷംസുദ്ദീൻ സാർ അടക്കമുള്ള ജനപ്രതിനിധികൾ, കോട്ടപ്പാടം പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ജനപ്രതിനിധികളും ഇതിനോടൊപ്പം ഈ പബ്ലിക് ഫംഗ്ഷനിൽ പങ്കെടുക്കും. തൊഴിലാളികളും പൊതുജനങ്ങളും ഈ ഫംഗ്ഷനിൽ ഉണ്ടായിരിക്കും. സ്പെഷ്യൽ ഓഫീസർ കോളേജ് ഓഫ് ഏവിയൻ സയൻസ് ആൻഡ് മാനേജ്മെന്റ് ഡോക്ടർ S ഹരികൃഷ്ണൻ, ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ A പ്രസാദ്, ഡോക്ടർ S പ്രസൂൺ, ഡോക്ടർ S പ്രമോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. MFA അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. മണ്ണാർക്കാട് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മുല്ലാസ് ഗ്രൂപ്പ് വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള
11ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നെല്ലിപ്പുഴ മുബാസ് ഗ്രൗണ്ടിൽ ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സിനിമാ താരങ്ങളായ കോട്ടൻ നസീർ, വീണ നായർ, പാഷാണം ഷാജി തുടങ്ങിയവർ അവതരിപ്പിച്ച മെഗാ ഷോ നടത്തി. MFA പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത, മുല്ലാസ് ഗ്രൂപ്പ് MD ഷാജി മുല്ലപ്പള്ളി, SFA പ്രസിഡന്റ് KM ലെനിൻ, റോയൽ മുസ്തഫ, വാഹിദ് കുപ്പൂത്ത്, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി, കൗൺസിലർമാരായ TR സെബാസ്റ്റ്യൻ, MFA ഭാരവാഹികളായ ഫിറോസ് ബാബു, അബൂബക്കർ ബാവി, M സലീം, ഇബ്രാഹിം ഡിലൈറ്റ്, KP അക്ബർ, രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് KMG മാവൂർ യുണൈറ്റഡ് FC നെല്ലിക്കുത്തിനെ പരാജയപ്പെടുത്തി. കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന്റെ 6ാം സംസ്ഥാന സമ്മേളനം തിരുവിഴാംകുന്ന് TP കൺവെൻഷൻ സെന്ററിൽ നടന്നു. N ഷംസുദ്ദീൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർവകലാശാലകളിൽ തുടർപഠനം നടത്താതെ വിദേശ സർവകലാശാലകളിൽ തുടർപഠനത്തിനായി ആശ്രയിക്കുന്ന സ്ഥിതിയാണുള്ളത്. വെറ്റിനറി മേഖലയിൽ നൂതന ഗവേഷണങ്ങൾ ഉണ്ടാക്കേണ്ടത് മൃഗസംരക്ഷണ മേഖലയുടെ പുത്തനുണർവിന് അനിവാര്യമാണെന്ന് MLA പറഞ്ഞു. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ആദ്യം വിഭജനം വന്നു. അതിനൊക്കെ നേതൃത്വം നൽകിയതും ജനാധിപത്യ കക്ഷികൾ തന്നെയാണ്. കാലിക്കറ്റ് സർവകലാശാല വരുന്നതും തുടർന്ന് കോട്ടയം സർവകലാശാല, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ടായത്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ടായത്. പിന്നീട് അതിനെ സബ്ജക്റ്റീവായിട്ട് തരംതിരിക്കാൻ തുടങ്ങി. നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസത്തെ ആരോഗ്യ സർവകലാശാല എന്ന് പറഞ്ഞ് വേറെ ഒരു ടൈറ്റിലായി മാറി. അതുപോലെ തന്നെ പിന്നീട് ടെക്നിക്കൽ രംഗം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയായി മാറി. അങ്ങനെ വ്യത്യസ്ത ശാഖകൾ ഇപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നു. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയെ 3 തലങ്ങളിലേക്ക് മാറ്റിയത്. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് CV വിജേഷ് അധ്യക്ഷനായി. FUEO സംസ്ഥാന പ്രസിഡന്റ് OT പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി ബിനു കെ ചാണ്ടി, അസീസ് ഭീമനാട്, വി പ്രീത, TK ഇപ്പു, P പ്രദീപ്, ഡോക്ടർ മോഹൻലാൽ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ രമേശ് CJ, ഉമ്മർ മനച്ചിത്തൊടി, വി മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. കമ്മിറ്റി പുതിയ പ്രസിഡന്റായി CV വിജേഷിനെയും ജനറൽ സെക്രട്ടറിയായി MD റോയിയെയും ട്രഷററായി PA പ്രദീപിനെയും തിരഞ്ഞെടുത്തു. വീണ്ടും ഇടവേള. വാർത്തകൾ തുടരുന്നു. തൃക്കടിരി ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂളിന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. VK ശ്രീകണ്ഠൻ MPയുടെ MP ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് തൃക്കടിരി പഞ്ചായത്തിൽ ബഡ് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കേണ്ട കുഞ്ഞുമക്കൾ, അവരെക്കാൾ ഉപരി അവരെ നോക്കി വളർത്തുന്ന രക്ഷകർത്താക്കൾ, അവരുടെ കഷ്ടപ്പാടും പ്രയാസമൊക്കെ അനുഭവം കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. പലപ്പോഴും പലവിടെയും പോകുമ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ പല ആവശ്യങ്ങളുമായി രക്ഷകർത്താക്കൾ വരാറുണ്ട്. അവരുടെ കുട്ടികളുടെ ഭാവി ഒരു പ്രയാസത്തിലാണ്, പക്ഷെ ആ വീട്ടുകാരുടെ ഭാവി അതിനേക്കാൾ വലിയ പ്രയാസത്തിലാണ്. ചികിത്സ പൂർണ്ണമായിട്ടും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. വലിയ സാമ്പത്തിക പ്രയാസം. വീട്ടിൽ നിന്നും ഒരു ദിവസം പോലും മാറി നിൽക്കാൻ കഴിയില്ല. ആഘോഷങ്ങളും വിശേഷങ്ങളും ഒന്നും പങ്കെടുക്കാൻ ആ രക്ഷകർത്താക്കൾക്ക് കഴിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത്തരക്കാരായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതൊരു കാരുണ്യ പ്രവർത്തനമായി MP ഫണ്ടിൽ നിന്നും ഇങ്ങനെയൊരു നമ്മുടെ ബഡ്സ് സ്കൂളിന് 40 ലക്ഷം രൂപ അനുവദിക്കാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഒരു കാരുണ്യ പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് AP ലതിക അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രീത മോഹൻദാസ്, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S അശ്വതി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OK മുസ്തഫ, സ്ഥിരം സമിതി അംഗങ്ങളായ MK സാഹിറ, K മണികണ്ഠൻ, P ജയലക്ഷ്മി, കൗൺസിലർമാരായ
ടി സൈനുൽ ആബിദ്, ഷെബീർ നീരാണി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. പൂക്കോട്ടുകാവ് താനിക്കുന്ന് സർക്കാർ ALP സ്കൂളിൽ മാതൃകം പ്രീ പ്രൈമറി പലവും ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളം പാലക്കാട് ജില്ലയുടെ നേതൃത്വത്തിൽ വർണ്ണകൂടാരം എന്ന പേരിലാണ് മാതൃക പ്രീ പ്രൈമറി ഒരുങ്ങിയത്. പൂക്കോട്ടുകാവ് ALP സ്കൂളിലെ കുരുന്നുകൾക്ക് വർണ്ണകൂടാരത്തിൽ ആടിയും പാടിയും കളിച്ചുല്ലസിക്കാം. സ്കൂളിൽ സജ്ജീകരിച്ച പ്രീ പ്രൈമറി പല്ലവം കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ അധ്യക്ഷത വഹിച്ചു. DPO MR മഹേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു. ചുറ്റുമതിൽ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മൊയ്തീൻകുട്ടി നിർവഹിച്ചു. തുടർന്ന് ആധാരായനം, LSS വിജയികളെ അനുമോദിക്കൽ എന്നിവയും നടന്നു. പ്രധാന അധ്യാപിക PK ബീന, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ, പഞ്ചായത്ത് അംഗം P മനോജ്, S അജിത്കുമാർ, രമണിക്കുട്ടി, K അജിത്കുമാർ, നിഷ രാകേഷ്, N സുന്ദരൻ, NP പ്രിയേഷ്, KP രാജേഷ്, ദീപമോൾ തുടങ്ങിയവർ സംസാരിച്ചു. CPI വെളിനേഴി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സൗജന്യ കുടിവെള്ള വിതരണത്തിലേക്ക് മുൻ ചിറ്റൂർ MLA P ശങ്കറിന്റെ പേരിലുള്ള സ്മാരക ട്രസ്റ്റ് ജലസംഭരണി കൈമാറി. കരിമ്പുഴയിൽ നടന്ന ചടങ്ങിലേക്ക് ജലസംഭരണി കൈമാറിയത്. CPI വെളിനേഴി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 15 വർഷമായി കുടിവെള്ള വിതരണം നടത്തിവരുന്നുണ്ട്. കുടിവെള്ള വിതരണത്തിലേക്ക് P ശങ്കർ സ്മാരക ട്രസ്റ്റ് ജലസംഭരണി കൈമാറി. കരിമ്പുഴ U മാധവൻ സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ CPI ജില്ലാ കമ്മിറ്റി അംഗം K മല്ലിക, വെളിനേഴി ലോക്കൽ സെക്രട്ടറി ആലങ്കുണ്ടിൽ രാധാകൃഷ്ണന് ജലസംഭരണി കൈമാറി. U മാധവൻ സ്മാരക സമിതി വെളിനേഴി നൽകിയ മോട്ടോർ CPI ജില്ലാ കമ്മിറ്റി അംഗം ജ്യോതിവാസൻ, കുടിവെള്ള സമരസമിതി ചെയർമാൻ P നാരായണൻകുട്ടിക്ക് കൈമാറി. കരിമ്പുഴ ലോക്കൽ സെക്രട്ടറി കണ്ടയിൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. K നാരായണൻ, KT രാമചന്ദ്രൻ, ബാലസുബ്രഹ്മണ്യൻ, രജീഷ്, O വീരേന്ദ്രകുമാർ, അശ്വൻ MC തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC+2 വിദ്യാർത്ഥികൾക്ക് പ്രത്യേക കോച്ചിംഗ് ആരംഭിച്ചു. വിജയശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോച്ചിംഗ് ആരംഭിച്ചതെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 100% വിജയം എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC+2 വിദ്യാർത്ഥികൾക്ക് പ്രത്യേക കോച്ചിംഗ് ആരംഭിച്ചത്. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെയും വൈകിട്ടും വരുന്ന അധിക സമയങ്ങളിൽ അടക്കമാണ് കോച്ചിംഗ് നൽകുന്നത്. വൈകുന്നേരങ്ങളിൽ കോച്ചിങ്ങിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വിശ്രമവും ഭക്ഷണവും സ്കൂളിൽ നൽകി വരുന്നുണ്ട്. വിജയമന്ത്രം എന്ന പേരിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും പത്രമാറ്റോടെ 10ാം തരം എന്ന പേരിൽ SSLC വിദ്യാർത്ഥികൾക്കുമാണ് കോച്ചിംഗ് നൽകുന്നതെന്ന് PTA പ്രസിഡന്റ് PMA ജലീൽ പറഞ്ഞു. ഹയർ സെക്കൻഡറി SSLC പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക കോച്ചിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. വിജയമന്ത്രം എന്ന പേരിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും പത്തരമാറ്റോടെ 10ാം തരം എന്ന പേരിൽ 10ാം തരം വിദ്യാർത്ഥികൾക്കും പ്രത്യേകമായി പരിശീലനം നൽകിക്കൊണ്ട് വിജയശതമാനം വർദ്ധിപ്പിക്കുക എന്ന സതുദ്ദേശം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതിന് ആ സ്കൂളിലെ എല്ലാ അധ്യാപകരും അതോടൊപ്പം തന്നെ PTA ഭാരവാഹികളും ബന്ധപ്പെട്ട സംവിധാനവും എല്ലാം പൂർണ്ണമായ സഹകരണമാണ് നൽകി വരുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് കോച്ചിങ്ങിന് സഹായകമാകുന്ന രീതിയിൽ S ക്യാപ്സ്യൂൾ എന്ന പേരിൽ ചോദ്യങ്ങളുടെ ശേഖരണവും പ്രത്യേകമായി നൽകിയിട്ടുണ്ടെന്ന് പ്രിൻസിപ്പൽ C ശ്രീകല പറഞ്ഞു. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികളുടെ വിജയ ശതമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ മുഴുവൻ അധ്യാപകരുടെയും പൂർണ്ണമായ പിന്തുണയോട് കൂടിയിട്ട് വിജയമന്ത്രം എന്നുള്ള പേരിൽ നമ്മളൊരു തീവ്ര പരിശീലന പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സാധ്യതയുള്ള ചോദ്യ പേപ്പറുകൾ അടങ്ങിയിട്ടുള്ള ഒരു S ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു പുസ്തകം നമ്മൾ കുട്ടികൾക്കായിട്ട് പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും. ഇതിലൂടെ നമ്മൾ കുട്ടികളുടെ വിജയ ശതമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. SSLCയിൽ 117 വിദ്യാർത്ഥികളും +2വിൽ 213 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. കഴിഞ്ഞ വർഷം SSLCക്ക് 99%, +2വിന് 84% വിജയം. ഇത് 100-ലെത്തിക്കാനുള്ള കഠിന ശ്രമത്തിന്റെ ഭാഗമാണ് പ്രത്യേക കോച്ചിംഗ് എന്നും അധികൃതർ അറിയിച്ചു. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ
ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് കെ നൂർജ, അധ്യാപകൻ കെ രാമചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കരിമ്പുഴ വില്ലേജ് ഓഫീസ് ധർണ നടത്തി. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മല്ലിക ഉദ്ഘാടനം ചെയ്തു. കർഷക പെൻഷൻ 3000 രൂപയാക്കുക, പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. BKMU ജില്ലാ കമ്മിറ്റി അംഗം കെ നാരായണൻ, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കണ്ടയിൽ നാരായണൻ, C ശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്താൻ ക്രിയാത്മകതയാണ് അധ്യാപകർ മുഖമുദ്രയാക്കേണ്ടതെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഫണ്ടിന്റെ പരിമിതി കാരണം ജനപ്രതിനിധികൾ ഗുരുതരമായ വികസന പ്രതിസന്ധി നേരിടുകയാണെന്ന് നജീബ് കാന്തപുരം MLA. പഴയ വികസന കാഴ്ചപ്പാടുകൾ മാറണമെന്നും MLA. ജീവനക്കാർ കൂട്ട അവധിയെടുത്തതിനെ തുടർന്ന് അടച്ച കുഞ്ചൻ നമ്പ്യാർ സ്മാരകം തുറന്നു. ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക തീർപ്പാക്കുമെന്ന് സർക്കാർ ഉറപ്പ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല ശനിയാഴ്ച. വലിയ ക്യാമ്പയിനായി മനുഷ്യച്ചങ്ങല മാറുമെന്ന് നേതാക്കൾ. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുന്നതിനിടെ വീണ് പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. പാമ്പാടി സ്വദേശി രത്നകുമാരിയാണ് മരിച്ചത്. കുമരംപുത്തൂർ പയ്യനേടത്തെ ബിന്ദുവിന് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വയ്ക്കാൻ KLU ലഭിക്കുന്നതിന് വഴി തെളിയുന്നു. ഒറ്റപ്പാലം സബ് കളക്ടറുടെ ഓഫീസിൽ നിന്ന് ബിന്ദുവിന് വിളിയെത്തി. സിറ്റി ന്യൂസ് ഇമ്പാക്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.